Good afternoon. Welcome to another class Hindi. നമ്മളിന്ന് ഒരു പുതിയ ലെസൺ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 15 ബിഷൻ കി ദിലേരി. 10 വയസ്സുള്ള ഒരു കുട്ടി വേട്ടക്കാരിൽ നിന്ന് ഒരു പക്ഷിയെ സംരക്ഷിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 10 വയസ്സുള്ള ഒരു കുട്ടി വേട്ടക്കാരിൽ നിന്ന് ഒരു വേട്ടയാടിയപ്പോൾ ഒരു പക്ഷി ദിലേരി എന്നൊരു പക്ഷിയെ വേട്ടയാടി ആ വേട്ടയാടിയ സമയത്ത് ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സുബഹ് സമയത്ത് എന്ന് വെച്ചാൽ മോർണിംഗ് ആയിരുന്നു, പ്രഭാതമായിരുന്നു. പഹാടോന്റെ പീച്ചെ സൂര്യന് ചാങ്ക് രഹാത്തെ. പഹാടോന്റെ പീച്ചെ പർവ്വതത്തിന്റെ പിറകിൽ സൂര്യന് ചാങ്ക് രേഖാത്ത, സൂര്യൻ ഒളിച്ചിരിക്കുന്നു, ഉദിക്കുന്നു. 10 വർഷക്ക വിഷൻ കർസെ ബാഹർ നികലിന് സൂര്യൻ ഉദിച്ചു വരുന്ന സമയം ആയിരുന്നു. 10 വർഷക്ക വിഷൻ കർസെ ബാഹർ നികലായ 10 വയസ്സുള്ള ആ വിഷൻ കർസെ ബാഹർ നികൽ ആയ വീടിന് വെളിയിലേക്ക് വന്നു. മകരോസ് ഈ സമയം അവൻ ദിവസവും ഈ സമയം इसी रास्ते के कर्नल दत्ता के फार्म हाउस पर जाता इसी സമയം ഈ സമയം इसी रास्ते से इसी വഴിയിൽ കൂടി कर्नल दत्तയുടെ फार्म हाउस पर जाता है. कर्नल दत्तയുടെ फार्म हाउसिൽ പോകുന്നു. कर्नल दत्ता की पत्नी पढ़ाई में उसकी मदद करती है. ആ कर्नल दत्ता പത്നി പढ़ाई പഠിക്കുന്നതിന് വേണ്ടി ഉസ്കി മദത് കർത്തി ഹെ, എന്ന് വെച്ചാൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനെ അവനെ സഹായിച്ചിരുന്നു. ആരെയാണ്? ഈ कर्नल ദത്തയുടെ ഭാര്യ. फार्म से लेके सेब के बागों में कीटनाशक दवा का छिड़कावा हो देखा था. ഇപ്പോൾ ഫാംസിലെ അനേകം സേബിൾ എന്ന് വെച്ചാൽ ആപ്പിൾ ഭാഗമേ ആ ആപ്പിൾ പൂന്തോട്ടത്തിലെ കീടനാശത്തിന്റെ ആ മരുന്ന് ഒഴിക്കുന്ന സമയമായിരുന്നു. അവർ ബഹുത്ത് തടുക്കെ കാം ശുരുക്കോ ചെയ്ത് വളരെ നേരത്തെ തന്നെ ആ ജോലി ആരംഭിച്ചിരിക്കുന്നു. मिशन पकड़ ट्रेंडी से अभी सड़क तक आ रही ताकि उसे गोली चलने की आवाज़ सुनाई दे. मिशन पंग ट्रेंडी से अभी सड़क तक आ रही എന്ന് വെച്ചാൽ വയലിൽ കൂടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പുല്ലും പോച്ചയൊക്കെ ചവിട്ടി നമ്മൾ അതിലേ കൂടെ നടക്കുമ്പോൾ ഒരു പകട്ടണ്ടി എന്ന് വെച്ചാൽ അവിടെ സ്ഥിരം ഒരു 3-4 ദിവസം സ്ഥിരം ഒരു വഴിയിൽ കൂടി പോയി നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വഴിയാവും. ഇങ്ങനെ ആ പോകുന്ന സമയത്ത് ഉസേ കോടി ചല്ലിക്ക് ആവാസ് സുനായി, ഇങ്ങനെ വെടിയുണ്ട കേൾക്കുന്ന ഒരു സൗണ്ട് കേട്ടു. ഈസ്നെ ഉദർ ദേക്ക, അവൻ അവിടെ ഇവിടെ എല്ലാം നോക്കി. എന്നിട്ടോ കോയി പി ദിഖായി നഹീം ദിയ, പക്ഷെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കോയി പി ദിഖായി നഹീം ദേക്കി, ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ കുച്ചിക്ക് ദൂർ ചലാതാക്കി ഉസേ ഫിർ കോലി ചല്ലേക്ക് ആവാസ് സുനായി തീ. എന്നിട്ടോ അപ്പോൾ കുച്ചിക്ക് ദൂർ ചലാതാക്കി, അവർ കുറച്ച് ദൂരം നടന്നപ്പോൾ ഉസേ ഫിർ ഗോലി ചല്ലേക്ക് ആവാസ്, വീണ്ടും ആ ഗോലി ആ സൗണ്ട് ആ വെടിയുച്ചയുടെ സൗണ്ട് കേട്ടു. ഈ സ്വാർ ഏക്കിനാക്കി 2-3 ഗോലിയ ഏക്ക് സാധിക്ക് ചലിത്ത്. ഈ പ്രാവശ്യം ഒന്നല്ല, ഏക്ക് 2 ബാർ, ഇങ്ങനെ 3-4 പ്രാവശ്യം ആവാസ് ഉണ്ടായി. ഗോലിയോഗി ആവാസ് പൂരി കാണ്ടി പൂഞ്ച് കഴിയും. ആ ഗോലിയുടെ ആവാസ് എന്ന് വെച്ചാൽ ആ സൗണ്ട്, വെടിയുണ്ടയുടെ സൗണ്ട് പൂരി കാടി ആ താഴ്വാരയിൽ നിറയെ മുഴുവൻ തിങ്ങി നിന്നു. പഞ്ചി കബര ഗയ, ഈ പക്ഷികൾ പരിഭ്രമിച്ച് പോയി. പഞ്ചി കബര ഗയ, പരിഭ്രമിച്ചു പോയി. ആസ്മാൻ മേ കോൾ കോൾ ചക്കർ काटने लगे. विषय महम का सगम कर पेड़ों की आड़ में छिपकर डाग हो गया. പഞ്ചി ഖബര ഗയ, ഈ പക്ഷികൾ എന്തുവാ? ഖബര ഗയ, പരിഭ്രമിച്ച് പോയി. ആസ്മാൻമേ കോൾ ചക്കർ, ആ വീണ്ടും ഇങ്ങനെ ആ വെടിയുണ്ടൊക്കെ കറങ്ങുന്നത് കൊണ്ട് കാട്ടിലേക്ക് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ മുറിവേറ്റ് വീഴുവാൻ തുടങ്ങി. വൃഷൻ സബുവക്കർ പേടൊങ്കി ആടുമേ ശിവക്കർ കടാക്കുകയ. വിഷൻ എന്തോ ഇത് പേടിച്ച് എന്ന് വെച്ചാൽ വെടിയുണ്ടകൾ ഇങ്ങനെ വീഴുകയില്ല, അതുകൊണ്ട് പേടിച്ച് പക്ഷികളൊക്കെ മുറിവേറ്റ് വീഴണം തുടങ്ങി. പേടിച്ച് പേടൊങ്കി ആടുമേ, ആ വൃക്ഷത്തിൻ്റെ ആ ചുവട്ടിൽ ചുവക്കാർ കടാകോകയ ഒളിച്ചിരിക്കാൻ തുടങ്ങി. നോക്കിയേ, സുബഹ് സമയത്ത മോർണിംഗ് ആയിരുന്നു. പഹോടൊക്കെ വീട്ടിലെ സൂര്യൻ ചോങ് രേഖാത്ത, ആ വൃക്ഷത്തിൻ്റെ മുകളിൽ സൂര്യൻ ചോങ് രേഖാത്ത, ഇങ്ങനെ സൂര്യൻ ഉദിച്ചിങ്ങനെ വരികയായിരുന്നു. 10 വർഷത്തെ വിഷൻ കർഷഭാഗം നികലായ ആ 10 വയസ്സുള്ള വിഷൻ എന്തോ ഇത് വീടിൻ്റെ വെളിയിലേക്ക് വന്നു.
वह रोज इसी समय इसी रास्ते से कर्नल दत्ता के फार्म हाउस पर जाता है। वह रोज ദിവസവും इसी സമയം इसी रास्ते से ഈ വഴിയിൽ കൂടി कर्नल दत्ता के फार्म हाउस में कर्नल दत्तയുടെ फार्म हाउसिൽ പോകുമായിരുന്നു. कर्नल दत्ता की पत्नी पढ़ाई में उसकी मदद करती है. പഠിക്കുന്ന കാര്യത്തിന് ഈ कर्नल दत्तയുടെ ഭാര്യ ദേവരെ ഈ കുട്ടിയെ സഹായിച്ചിരുന്നു. फार्म से लेके सेब के बाग में कीटनाशक दवा का छिड़काव हो रहा था. ഫാമിൽ എന്താണ് ആപ്പിൾ തോട്ടം, ആ ഫാമിൽ എന്തോ ഉണ്ടായിരുന്നു, ആപ്പിൾ തോട്ടം ഉണ്ടായിരുന്നു. അതിൽ കീടനാശിനിയൊക്കെ മരുന്നൊഴിക്കുന്ന സമയം ആയിരുന്നു. അവർ ബന്ധു തടക്കെ ഒരുപാട് സമയത്തിന് മുമ്പേ ആ ജോലി ആരംഭിച്ച് ഇരിക്കുന്നു. मिशन पकड़ टेंडी से अभी सड़क तगारी आ ही रहा था कि उसे घोड़े चलने की आवाज़ सुनाई थी. മിഷൻ പകട്ടെൻഡി സെ അഭി. മിഷൻ എന്തോ പകട്ടെൻഡി ഇങ്ങനെ നടന്നു വരുന്ന വഴിയിലൂടെ ഇപ്പോൾ നമ്മൾ 5-6 പ്രാവശ്യം പുല്ലും പോച്ചെല്ലാം ചവിട്ടി നടന്നിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വഴിയായി മാറും. അതാണ് പകട്ടെൻഡി. ആ രാസ്തയിൽ അവ ഈ സടക്കത്താക്കി രഹാത്തപ്പോൾ ആ റോഡിലോട് കയറുന്ന സമയത്ത് ഉസെ കോളോംസെ എന്ന് വെച്ചാൽ ആ കോളത്തിൽ നിന്ന് എന്താണ് ചലനയ്ക്ക് ആവാസ്, ഒരു ഉണ്ടയുടെ സൗണ്ട്, വെടി വെക്കുന്ന സൗണ്ട് സുനായിത്തി കേട്ടു. ഉസ്നെ ഇതർ ഉദർ ദേക്ക. അവൻ അവിടെ ഇവിടെ നോക്കി. ഉസ്നെ ഇതർ ഉദർ ദേക്ക. അവൻ അവിടെ ഇവിടെ എല്ലാം നോക്കി. कोई भी दिखाई नहीं दिया. പക്ഷെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. कोई भी दिखाई नहीं दिया. പക്ഷെ ആരെയും കാണാൻ സാധിച്ചില്ല. बाद कुछ की दूर चला था कि उसे फिर गोली चलने की आवाज़ सुनाई थी. बाद कुछ की दूर चला था कि അവൻ കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോൾ दो दिन സുനായി थी आवाज़ सुनाई थी. അവൻ കുഞ്ഞിനെ 1-2 സ്റ്റെപ്പ് മുന്നോട്ടൊന്ന് വെച്ചിട്ട് ആ സൗണ്ടുകളൊന്നും കാണാൻ സാധിച്ചില്ല, കേട്ടില്ല. इस बार एक नगीക്ക് പിന്നെയോ ഒരു പ്രാവശ്യമല്ല, 2 അല്ല 3 അല്ല, ഇങ്ങനെ വെടിയുണ്ടാകും കേട്ടുകൊണ്ടേ ഇരുന്നു. ഗോളിയൊങ്കി ആവാസത്തെ പൂരി കാട്ടി കൂഞ്ചുകയും എന്ന് വെച്ചാൽ ഈ ഉണ്ടയുടെ ഈ വെടിയുടെ ഈ ശബ്ദം കേട്ട് എല്ലാ താഴ്വരകളും വിറങ്ങലിച്ച് പോയി. പഞ്ചി പക്ഷികളെല്ലാം വിറച്ചു പോയി. പഞ്ചി മീൻസ് പക്ഷികളെല്ലാം എന്തോ ഈ വിറച്ച് പോയി. ആസ്മാനെ കോൾ ചക്കർ കാട്ടിനേലേക്ക്, ആകാശത്തങ്ങളല്ല ചക്കർ കോട്ടിനേലേക്ക്. മിഷൻ സതുമക്കർ പേടോങ്കി ആടുമേ ചുബക്കർ കടാകോ ഗൈ. അങ്ങനെ പേടിച്ച് ആ വൃക്ഷത്തിൻ്റെ മറവിൽ ചുബക്കർ കട ഒളിച്ച് ഇരുന്നു. സുബക സമയം. സുബക മീൻസ് മോർണിംഗ്. സുബക മോർണിംഗ്. सुबह मॉर्निंग. समय टाइम. सुबह में समय टाइम. रास्ते कर्नल दत्ता के फार्म हाउस पर जाता है. कर्नल दत्ता की पत्नी पढ़ाई में उसकी मदद मीन्स हेल्प. ഹെൽപ്പ് ചെയ്തിരുന്നു. നെക്സ്റ്റ് സേവ് മീൻസ് ആപ്പിൾ. സേവ് ആപ്പിൾ. നെക്സ്റ്റ് നോക്കിയേ അല്ലേ. മിഷൻ ജഗാം കടാത്ത. മിഷൻ അവിടെ അങ്ങ് ജഗാം കടാത്ത അവിടെ നിന്നു. ബാക്കി ചുപ് ചാപ്പ് കടാരിക. അവിടെ ചുപ് ചാപ്പ് കടാരിക നിശബ്ദതയോടെ നിന്നു. उसे वहाँ से सीटी नुमा खेत और फलों के बाग सब दिखाई दे रहे थे. वहाँ से അവിടുത്തെ सीटी नुमा खेत, ആ വയലിൻ്റെ വതിലല്ല, ഫലോം കെ ബാഗ് ഫ്രൂട്ട്സിൻ്റെ പൂന്തോട്ടങ്ങളെല്ലാം सब दिखाई दे रहे थे വൃത്തിയാക്കാൻ ചെയ്തു. खेतों में काम करते हुए किसान भी दिखाई दे रहे थे. खेतों में काम करते हुए ആ വയലിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. फसल तैयार खड़ी थी. फसल मीन्स हार्वेस्ट. फसल हार्वेस्ट.
സുബക കൽക്കി ദൂഹുമയ്ക്ക് സുൻകരെ ദിഹായിത് സ്വർണ്ണ നിറം പോലെ സ്വർണത്തെ പോലെ തിളങ്ങുവാൻ തുടങ്ങി. മിസ്സിനെ അഭി സോച്ചുകി രഹാത്തകി ഗോലി കിസ്നെ അവർ ക്യോ ചലായി ഹോഗി. മിസ്സിനെ അപ്പോഴും ചിന്തിച്ചു, സോച്ചുകി രഹാത്താക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു? ഗോലി കിസ്നെ അവർ ക്യോ ചലായി ഹോഗി. ഈ ഗോലി ആരാണ്? ക്യോ എന്തുകൊണ്ടാണ് ചലായി ചലിപ്പിച്ചത്? അവർ ഗോലിക്ക് ആവാസായി. ആവാസ് എന്ന് വെച്ചാൽ ഈ ഗോലിയുടെ സൗണ്ട് ഉണ്ടായി. ആവാസ് മീൻസ് സൗണ്ട്. ആവാസ് സൗണ്ട്. ആവാസ് സൗണ്ട്. സൗണ്ട് ഉണ്ടായി. ആവാസ് സൗണ്ട് ഉണ്ടായി. യഹായക് മിഷൻ की गोली चलने का कारण समझ में आ गया. യഹായക് പെട്ടെന്ന് മിഷൻ की गोली चलने का कारण समझ में आया. മിഷൻ की ആ ഗോലി ചലിപ്പിക്കാനുള്ള കാരണം മനസ്സിലായി. जब फसल पक जाती है तब गेहूं के गोतों में दाना चुगने ढोरों की तरह जाते हैं. എന്താണ് കാരണം? കാരണം बताए പറ. ജബ് ഫസൽ പക ജാതി എന്താ? ഈ വിളവെല്ലാം പാകമായി ഇരിക്കുകയാണ്. കേഹുന്റെ കേത്തോ. കേഹു മീൻസ് വീറ്റ്. കേഹു വീറ്റ്. വീറ്റ് ആ വീറ്റിന്റെ ഗോതമ്പെല്ലാം ഇതിനകത്ത് വിളഞ്ഞിരിക്കുകയാണ്. ഗോതമ്പെല്ലാം പിന്നെ പഴുത്ത് സ്വർണ്ണ നിറമായി ഇരിക്കുകയാണ്. ഠേരോം തീത്തർ ജാത്തേക്ക്. ഠേരോം തീത്തർ പ്രസന്റ്. തീത്തർ മീൻസ് ഒരു വേർഡാണ്. പ്രസന്റ് എന്ന തീത്തർ ദിവസം ഇത് കൂട്ടമായിട്ട് വരും തിന്നുകൊണ്ടിരിക്കുക. ശിക്കാരി ഇസ്ബാത്തിക്ക് ജാത്തേക്ക്. ഈ വേട്ടക്കാരി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാണ്. ഇസ്ലിയെ സുബക് തീത്തർ മറന്നെ വാലെ ചലയാത്ത. ഇതുകൊണ്ടാണ് പ്രഭാതത്തിൽ മോർണിംഗിൽ എന്നും രാവിലെ ഈ തീത്തറ എന്തോ ചെയ്യുന്നത് മരണപ്പെടുന്നത്. പിജിലെ സാമ്പി ശിക്കാരിയോടെ ഇസി തരക്ക് ബഹുത്ത തീത്തർമാരെ പിജിലെ കഴിഞ്ഞ വർഷം ഈ ശിക്കാരി മീൻസ് ഹണ്ടിങ് വേട്ടയാടുക. ശിക്കാരി ഹണ്ടിങ്. ശിക്കാരി മീൻസ് ഹണ്ടിങ്. ശിക്കാരി ഹണ്ടിങ്. കഴിഞ്ഞ വർഷം ഇതുപോലെ പിന്നെ ഈ വേട്ടയാടി പ്രേക്ഷകരെ പിടിക്കുന്നവര് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നു. കൂച്ചർ തീത്തറുമ്പേ ഉടാലേകയെ ബാക്കിക്കോ ബകാം ചോടുകയും. കുറച്ച് തീത്തറ എന്തോവേ ഉടാലേകയെ പറന്നു പോകും. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉപേക്ഷിച്ചു പോകും. ഖേത്തോങ്കെ കാട്ടത്തെ സമയം കിസാനിക്ക് വ്യക്തിത്വ മരയവർ ജംഗമി തീത്തർ മീലെ. എന്നിട്ട് ഖേത്തോങ്കെ കാട്ടത്തെ സമയം ഈ വയലുകൾ മുറിക്കുന്ന സമയം കൊയ്യുന്ന സമയം കിസാനിക്ക് വ്യക്തിത്വ കൃഷിക്കാരന് വളരെ അധികത്തിന് മരയവർ ചെറുമയും മരിച്ച തീത്തറിനെയും പിന്നെ ജംഗമി തീത്തറിനെയും ഒക്കെ കിട്ടും. ജംഗമി തീത്തറിന് പൂണ്ട് മുറിവല്ലേ ആ ജംഗമി തീത്തറിനെല്ലാം കിട്ടും. ഓക്കെ. വിഷൻ ചിന്തിച്ചു. കിത്തന ദുഃഖ പകച്ചനെ വാല കാം കർത്തിക ഏ ശിക്കാരി. ഇത്രയും ദുഷ്പ്രവൃത്തി എന്തിനാണോ? ഇത്രയും ദുഷ്പ്രവൃത്തി എന്തിനാണ് ഈ ആരെ ചെയ്യുന്നത്? ഈ വേട്ടക്കാരെ എന്തിനാ ചെയ്യുന്നത് എന്ന് ആര് ചിന്തിച്ചു? വിശ്വൻ ചിന്തിച്ചു. ഏ ശിക്കാരി അല്ലയോ വേട്ടക്കാരൻ. പക സമച്ച് കയ്യാക്കി ശിക്കാരിക്ക് തീത്തരോമ്പർ ഗോലിയാൽ ചൽ രേഖക്കായി. പക സമച്ച് കയ്യാക്കി എനിക്ക് മനസ്സിലാക്കുന്നത് ശിക്കാരിക്ക് തീത്തരോമ്പർ ഈ വേട്ടക്കാരൻ എന്തിനാണ് ഈ പെസന്റിനെയും എയ്ഡ്സിനെയും എല്ലാം വെടിവെച്ച് വീഴ്ത്തുന്നത്? ഇസ്രേ വക പേടോങ്കെ ബീച്ച് നികൾക്ക് കേത്തോങ്കെ കിനാരെ ചലനയിലേക്കാ. ഇസ്രേ ഇതുകൊണ്ട് വക പേടോങ്കെ ബീച്ചസ് നികൾക്ക് വിഷത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കേത്തോങ്കെ കിനാരെ ചലനേക്ക വയലുകളിന് അടുത്തടുത്തേക്ക് വരുന്നു. वह चलते चलते सोच रहा था कि इन शिकारियों को सबक सिखाया जाना चाहिए. मगर चलते चलते सोच रहा था कि അവൻ നടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചിന്തിച്ചത്? ഈ ശിക്കാരിയോ സബക സിഖായ ജാന ചാകെ നമുക്ക് ഈ ശിക്കാരി ഒരു പാഠം സബക ലെസൺ പാഠം പഠിപ്പിക്കണം. ലേക്കിൻ ഉന്നെ കൈസേ സബക സിഖായ എങ്ങനെ പാഠം പഠിപ്പിക്കും? ഇത് ഉസ്കി സമച്ചുവിനെയൊക്കെ ആ രംഗത്ത് എന്നാൽ ആ വിഷുവിത് മനസ്സിലായി. വിഷുവിന് തോന്നി ഈ വേഴ്സിനെ ഈ പേഴ്സണിനെയൊക്കെ ഇങ്ങനെ കളയുന്നത് കൊണ്ട് നമുക്ക് ഈ വേട്ടക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിഷുവിന് തോന്നി. പക്ഷെ ആ വിഷുവിന് പറയുകയാണ് ഞാൻ എങ്ങനെയാണ് ഈ വേട്ടക്കാരനെ ഒരു പാഠം പഠിപ്പിക്കുന്നത്.
के पास തൻ്റെ കാലിൻ്റെ അടുത്ത് സർസരാക്കട്ടി സ്കൂയി ഒരു സൗണ്ട്, ഒരു വെള്ളം അങ്ങനെ വീഴുന്ന സൗണ്ട് കേട്ടു. ഉസ്നെ ദേഖാ ഏക കായൽ ദേഖർ കെ ഹുംകി ബാലിയോं के बीच पंप से चटपटा रहा के. അവൻ നോക്കിയപ്പോൾ ഉസ്നെ ദേഖാ അവൻ കണ്ടു എന്താണ്, ഏക കായൽ തീത്തർ കേക്കുങ്കി ഒരു കായൽ മുറിവാക്കിയ തീത്തർ കേക്കുങ്കി വാലിയ കേക്കുവിൻ്റെ അടുത്ത് ബീച്ച് പംസ് പടാപ്പട് രേഖാകെ മദ്യത്തിൽ എന്ത് പംസ പടാപ്പട് ഇങ്ങനെ കിടന്ന് ചട്പട രേഖാകെ ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. मिशन वगी कूड़ने के बेल बैठ गए. उसने कायल तीतर को पकड़ने के लिए हाथ बढ़ाया. मिशन बेड़ी कूड़ने के बेल बैठ गया. വളരെയധികം കുടനോങ്കെ ബെല് ആ കുടനോങ്കെ ആ ഇത് बैठ गया. അവ ഇരുന്നിട്ട് उससे कायल तीतर को पकड़ने के लिए അവൻ എന്നിട്ട് എന്തോ उसने അവൻ കായൽ തീത്തർക്കോ ഈ മുറിവറ്റിയ തീത്തറിനെ ആ വെസലിനെ പിടിക്കുന്നതിന് വേണ്ടി ഹാത്ത് ബെടായ കൈകൾ ഇങ്ങനെ നീട്ടി. ലേക്കിൻ കബരായ ഹുവ തീത്തർ എന്നാൽ പരിഭ്രമിച്ചുകൊണ്ട് ആ തീത്തർ ചുടുക്കാർ കേത്തിക്ക് അവർ അന്തർ ചലാകയെ ചിടുങ്ങിക്കൊണ്ട് എന്താ കേത്തിക്ക് അവർ ആ വയലിൻ്റെ അന്തർ ചലാരക ആ അന്തറിലേക്ക് അകത്തേക്ക് അങ്ങ് പോയി. ओके मिशन जानता था कि शिकारी इस तीतर को टूटने की पाएगी और कायल तीतर ये तड़प कर मर जाएगा. उसने सेक्टर ओके मिशन जानता था कि शिकारी इस तीतर को टूटने की पाएगी എന്ന് വെച്ചാൽ മിഷൻ എന്തായാലും സെക്ടർ ഒരു തീത്തറിനെ അങ്ങ് പുതുപ്പിക്കാനായിട്ട് തുടങ്ങി. നോക്കിയേ സുബഹ സമയത്ത് മോർണിംഗ് സമയം ആയിരുന്നു. പഹാടങ്ങെ പീറ്റിയ സൂരജ് ചാക്കിരകത്തിന് പഹാട കുന്നിൻ്റെ മണ്ണിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായ ചാക്കിരകത്തിന് തിളങ്ങുന്നുണ്ടായിരുന്നു. 10 വർഷ മിഷൻ കർസെ ബാഗർ നികലായ 10 വയസ്സുള്ള ആ മിഷൻ കർസെ ബാഗർ നികലായ വീടിന് വെളിയിലേക്ക് വന്നു. ബാഗർ റോസ് ഇസി സമയം ഇസി രാസ്തയിൽ ഖർമിൽ ദത്തക്കെ ഫാം ഹൗസ് पर जाता है. അവൻ ദിവസവും ഈ നമുക്ക് റോസ് ഇസി സമയം വക ദിവസവും ഈ സമയം ഇസി രാസ്തേസെ ഈ വഴിയിൽ കൂടി കർണൽ ദത്താക്കെ ഫാം ഹൗസ് पर जाता है. കർണൽ ദത്തയുടെ ഫാം ഹൗസിൽ പോകുമായിരുന്നു. കർണൽ ദത്താക്ക് പത്നി പഠായിമേ ഉസ്കി മദത് കർത്തി. അത് കർണൽ ദത്തയുടെ ഭാര്യ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഈ കുട്ടിയെ പഠിക്കുന്നതിൽ സഹായിച്ചിരുന്നു. നല്ല സഹായങ്ങളൊക്കെ കൊടുത്തിരുന്നു. फार्म से लेके सेबों के बागों में कीटनाशक दवा का छिड़काव को रहेगा. फार्म से लेके सेब फार्मिल ഒരുപാട് സേവുകളുണ്ടായിരുന്നു. സേവ് മീൻസ് ആപ്പിൾ. ബാഗുമേ കീടനാശക ദവാ കാ छिड़काव ഈ ഫാമിലെ കീടനാശിനി എന്ന മരുന്ന് ഒഴിക്കുന്നതിന് സമയം കഴിഞ്ഞിരിക്കുന്നു. വളരെ നേരത്തെ തന്നെ അതിൻ്റെ ജോലികൾ ആരംഭിച്ചിരിക്കുന്നു. ഓക്കെ മിഷൻ പകട്ട് ഡെൻഡീസെ അഭി സടക്ക് താക്കി की रहा कि उससे गोले चलने की आवाज़ सुनाई थी. मिशन पकड़ डंडी से अभी सड़क तक मिशन है ना पकड़ डंडी ने अभी सड़क तक की रहा था कि ഇപ്പോൾ വരികയായിരുന്നു. उससे गोली चलने की आवाज़ सुनाई थी. അവന് ഗോലി ചലിക്കുന്നതിനുള്ള സൗണ്ട് കേട്ടു. उसने इधर उधर देखा कोई भी दिखाई नहीं देता. उसने इधर उधर देखा അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് कोई भी दिखाई नहीं दिया. आरे കാണാൻ കഴിഞ്ഞില്ല. पग कुछ की दूर चलता कि उससे फिर गोली चलने की आवाज़ सुनाई थी. എന്നിട്ട് അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. അല്പം 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നപ്പോഴത്തെ വീണ്ടും സൗണ്ടുകൾ കേട്ടു. ഗോലിയോ की आवाज़ पूरी काटी पहुंच गई. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് പ്രാവശ്യം അങ്ങനെ സൗണ്ടുകൾ കേട്ട് ആ ആവാസ പൂരി കാണ്ടി ഗൂഞ്ച് ഗയി. എല്ലാ ആ ഗോലിയുടെ സൗണ്ടിൽ പൂരി കാണ്ടി എല്ലാ താഴ്വരകൾ എന്തായി ഗൂഞ്ച് ഗയി. പഞ്ചി കബര ഗയ പക്ഷികൾ പരിഭ്രമിച്ച് പോയി. ആസ്മാൻ കോൾ കോൾ ചക്കർ കാട്ടിനിലേക്ക് മിഷൻ സഗമുഖ പേടുങ്ങി ആടിനെ എന്ന് വെച്ചാൽ എല്ലാവരും ചക്കർ കാട്ടിനിലേക്ക് മിഷൻ സഗമുഖ പൈലുകൊണ്ട് ആ വൃക്ഷത്തിൻ്റെ മറവിലേക്ക് ഒളിച്ചിരുന്നു. मिशन जगह कड़ाता बगा चुपचाप कड़ा रहा. उससे वहाँ से सीटी नुमा के तवर फलों के बाग साफ दिखाई दे गए थे. खेतों में काम करते हुए किसान भी दिखाई दे गए थे. फसल तैयार करी थी. मिशन जगह कड़ाता मिशन അവിടെ നിന്നു. ബാക്കി ചുപചാപ്പ് കടാത്ത അവൻ നിശബ്ദനായി നിന്നു.
उससे बगम से सीटीनुमा खेत और फलों के बाग सब दिखाई दे रहे थे. खेतों में काम करते हुए किसान भी दिखाई दे रहे थे. എന്നുവെച്ചാൽ ആ വയലിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ ഇത് കാണുന്നുണ്ടായിരുന്നു. ഫസൽ തയ്യാർ കടിയെത്തി. ഫസലെല്ലാം നല്ല വിളഞ്ഞ് പാകം പിന്നെ മുറിക്കാനുള്ള പാകത്തിൽ നിൽക്കുമായിരുന്നു. സുബഹ് കൽക്കി ദുഃഖമേ കേത്ത് സുന്ദരെ ദിഖായി ആ വയലുകൾക്ക് മോർണിങ്ങിലുള്ള സൂര്യരശ്മിയുടെ കൊണ്ട് എല്ലാം സ്വർണ്ണ കളറിൽ ആയിരിക്കും തോന്നി. വിഷനെ അഭി സോച്ച് കി രഹാ താ कि विष्णु അപ്പോൾ ചിന്തിച്ചത് കോളി കിസ്നെ അവർ ക്യോം ചലായി കോയി. കോളി എന്തുകൊണ്ടാണ് അവർ കിസ്നെ അവർ ക്യോം ചലായി, ആരാണ് ചലിപ്പിച്ചത്? തബിയൊക്കെ അവർ ഗോലിക്ക് ആവാസായി. അപ്പോൾ ഒരു ഗോലിയുടെ സൗണ്ട് ഉണ്ടായി. യക്കായക്ക് മിഷൻ ഗോളി ചലനേക്ക കാരണം സമച്ചുമയാകയ. യക്കായക്ക് പെട്ടെന്ന് മിഷൻ ഗോലി ചലനേക്ക ആ മിഷൻ ഗോലി ചലിക്കുന്നതിനുള്ള കാരണം സമച്ചുമയാകായ കാരണങ്ങൾ എന്തോ ഈ മനസ്സിലായി. നോക്കിയേ, ജബ് ഫസൽ പക ജാത്തിക്ക് എന്താ ഫസൽ വിളവും എടുക്കുകയാണ്. തബ് കേക്കും എന്താന ചുവനേണ്ട എന്നത് ഈ വയലുകളിൽ എന്താണ് ഖേത്തോമേന്താന ചുവനേണ്ടവര് ഈ വിളവുകൾ തിന്നുന്നതിന് ഒരുപാട് തീത്തര പ്രസന്റ് പേഴ്സുകൾ വരുമായിരുന്നു. തീത്തറ ജാത്തേക്ക് ശിക്കാരി സ്വാത്തുകോ ജാത്തേക ശിക്കാരി ഈ കാര്യങ്ങൾക്ക് ശിക്കാരിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. इसलिए वे सुबह सुबह के तीतर मरने वाले जाए. ഇതുകൊണ്ടാണ് സുബഹ സുബഹ എന്നും പ്രഭാതത്തിൽ ഒരുപാട് തീത്തർ കൊല്ലപ്പെടുന്നത്. पिछले साल भी शिकारियों ने इसी तरह के भगत से तीतर मारे थे. पिछले साल भी കഴിഞ്ഞ വർഷം ശിക്കാരിയോനെ ഇസി തരക്ക് ഈ വേട്ടക്കാരൻ ഇതേ രീതിയിൽ മികത്ത് സെ തീത്തർ മാറിയത് ഒരുപാട് തീത്തർ മരണപ്പെട്ടിരുന്നു. കുछ तीतर तो वे उड़ा ले गए, बाकी को बाकी छोड़ गए. खेतों को काटते समय किसानों को विगत से मारेला और जंगमों तीतर मिले. ഒരുപാട് തീത്തർ കൊല്ലപ്പെടുകയും മരിക്കുകയും പിന്നെ ഒരുപാട് പേർക്ക് മുറിവുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തു. വിഷനെ സോച്ച, വിഷൻ ചിന്തിച്ചു, കിത്തന ദുഃഖം പകുതിനെ വാല കാം കർത്തേക. എത്ര ദുഃഖം പകുതിനെ വാലാണ്, എത്ര ദുഃഖമുള്ള ഈ ജോലിയാണ് ഈ കണ്ടിന് ഈ വേട്ടക്കാര് ചെയ്യുന്നത്. ശിക്കാരിയെ ശിക്കാരി അല്ലയോ ശിക്കാരി വക സമച്ച് കയറ്റി ശിക്കാരിക്ക് തീത്തരം പർ കോലിയൻ ചക്കേക്ക് എന്തിനാണ് വെടിവെച്ച് ഇങ്ങനെ ഇവരെയൊക്കെ കൊല്ലുന്നത്? इसलिए വകപ്പേടുകയും വിറ്റിസ് കേത്തോക്കെ കിനാരെ ചലനയിലേക്ക ഇവര് വൃക്ഷത്തിന്റെ മണ്ടയിൽ നിന്നുകൊണ്ട് കേത്തോക്കെ കിനാരെ വയലിന്റെ തീരത്തേക്ക് പോകുന്നു. ചലത്തെ സമയം ചോറ്റിലേക്കാത്തേക്ക് ശിക്കാരിയുമ്പോ സബ്കാ സിഖായ ജാനാക്കി. അന്നേരം ഈ വിഷം ചിന്തിച്ചു. എന്താണ് ഈ വിഷം ചിന്തിച്ചത്? ഈ വേട്ടക്കാരനെ, ഈ പക്ഷികൾ എങ്ങനെ കൊണ്ടു നടക്കുന്ന വേട്ടക്കാരൻ എനിക്കൊരു പാഠം പഠിപ്പിക്കണം എന്ന് വിഷന് തോന്നി. കൈസ സബക സിഖായ എങ്ങനെ ഞാൻ പാഠം പഠിപ്പിക്കുക അതൊന്നും അവന് മനസ്സിലായില്ല. അപ്പോൾ അവന്റെ കാലിൻ്റെ അടുത്ത് ഒരു സർസറാക്കട്ട് ഒരു വെള്ളം ഇങ്ങനെ വീഴുന്ന ഒരു സൗണ്ട് പോലെ കേട്ട്. എന്താണ് കേട്ടത്? ഉസ്നെ ദേക്കായേക്ക് ഖായൽ ഭീത്തർ കേൾക്കുമെങ്കിൽ ബോലിയെങ്കിൽ ബീച്ച് പംസാച്ചട ചട്പടാ രഹാകെ. ഉസ്നെ ദേക്ക അവൻ നോക്കിയപ്പോൾ ഏക കായൽ ഒരു മുറിവേറ്റ തീത്തർ കേൾക്കുമെങ്കിൽ ബാലിയെങ്കിൽ ബീച്ച് ആ കേൾക്കുവിൻ്റെ മധ്യത്തിൽ പംസ ചടാപടാ രഹാകെ. विशन बागी कूटने के बल बैठ गया. उसने खायल की तरफ भागने के लिए हाथ बढ़ाने. വിഷന് വളരെയധികം വിഷമം കൊണ്ട് ആ മുറിവ് പറ്റിയ തീത്തറിനെ പിടിക്കാൻ ഇങ്ങനെ കൈകൾ നീട്ടി. लेकिन घबराया हुआ तीतर छिक कर खेत के और अंदर चला गया. लेकिन എന്നാൽ പരിഭ്രമിച്ചുകൊണ്ട് തീത്തർ പിണങ്ങിക്കൊണ്ട് കേത്തിക്ക് അവർ അന്തർ ചലകയ വയലിൻ്റെ അകത്തേക്ക് പോയി. विशन जड़ता कि शिकारी इस तीतर का टूट रही पाएगी. അവർ കായൽ തീത്തർ തടിത്തടുക്കർ മർ ജായക. എന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോകത്തില്ല, അവിടെ കിടന്ന് വിറച്ച് വിടങ്ങലടിച്ച് അവിടെ കിടന്ന് മരിക്കുകയാണ് ചെയ്തതെന്ന് വിഷനും തോന്നി. ഇത്രയാണ് നമ്മൾ ഇന്നത് നോക്കുന്നത്. सुबह का समय था. पहाड़ों के बीच से सूरज चांद रहा था. 10 वर्ष का विशन घर से बाहर निकलाया. बगरोस इसी समय इसी रास्ते से कर्नल दत्ता के फार्म हाउस पर जाता है. कर्नल दत्ता की पत्नी पढ़ाई में उसकी मदद करती है. फार्म से लेके सेबों के बागों में कीड़ानाशक दवा का छिड़काव हो रहा था और विगत तड़के कम शुरू हो जाता था. मिशन पगडंडी से आती सड़क तक आ रही था कि उससे गोली चलने की आवाज़ सुनाई थी. उसने इधर उधर देखा, कोई भी दिखाई नहीं दिया. वह कुछ की दूर चला ताकि उसे फिर गोली
काटने लगे। मिशन सगम कर पेड़ों की आड़ में चिपक कर चढ़ा हो गया। मिशन जगह खड़ा था, बाकी चुपचाप खड़ा रहा। उससे वहां से सीटी नुमा खेत और फलों के बाग साफ दिखाई दे रहे थे। खेतों में काम करते हुए किसान भी दिखाई दे रहे थे। फसल तैयार खड़ी थी। सुबह की कड़क धूप में खेत सूखे दिखाई दे रहे थे। मिशन अपनी सोच की रहा था कि घोड़े किसने अब क्यों चलाई गोली की तबीयत और गोली की आवाज आई। एकाएक मिशन की गोली चलने का कारण समझ में आ गया। तब जब फसल पक जाती है तब गेहूं के खेतों में दाना चुगने ठोरों की तरह जाते हैं। शिकारी इस बात को जानते हैं, इसलिए वे सुबह सुबह के तीतर मारने चले जाते हैं। पिछले साल में शिकारियों ने इसी तरह बेगत से तीतर मारे थे। कुछ तीतर दोबे उड़ा ले गए, बाकी को बाकी छोड़ गए। खेतों को फेरते समय किसानों को बेगत से मारी और जंगल में तीतर मिले। मिशन से सोचा कितना दुख पहुंचने वाला काम करते हैं ये शिकारी। वह समझ गया कि शिकारी के तीतरों पर गोलियां चल देंगे, इसलिए वह पेड़ों के बीच से निकल कर खेतों के किनारे किनारे चलने लगा। वह चलते चलते सोच रहा था कि इन शिकारियों को सबके सिखाया जाना चाहिए, लेकिन उन्हें कैसे सबक सिखाया जाए बग उसकी समझ में नहीं आ रहा था। तभी उसके बाप के पास सरसराहट सी हुई। उसने देखा एक कायल भीतर गेहूं की बोलियां के बीच बम्स चटपटा देता है। मिशन पगी उड़ने के बल बैठ गया। उसने कायल तीतर को पकड़ने के लिए हाथ बढ़ाया, लेकिन घबराया हुआ तीतर चिढ़ कर खेत के और अंदर चला गया। मिशन डरता था कि शिकारी कम तीतर को टूट नहीं पाएंगे और कायल तीतर के तड़प कर मार जाएंगे। नेक्स्ट, मिशन कायल चाहता था मिशन कायल को तीतर को बचाने परेशानियां था। मिशन कायल तीतर को तीतर को क्यों बचाना चाहता था? क्यों बचाना चाहता था?
इलाज करके तोतर को बचा लिया, तोतर को करके तोतर को बचा लिया, तोतर को बचा लिया, को बचा लिया। ഓക്കെ, മിസ്റ്റർ കായൽ കീപ്പർക്ക് ക്ലോ ബച്ചാന ചാകത്തെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സംരക്ഷിക്കാൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചത്? കായൽ കീപ്പർക്കോ ദേവക്കർ മിസ്റ്റർ ഗാന്ധി ആ കായൽ കീപ്പറിനെ നോക്കിയൊക്കെ കണ്ടപ്പോൾ മിസ്റ്റർ की दिल पिघल गया, मिस्टर क्या करते हैं ഇടിച്ചു പോയി। വന്നു उसको खाई अवस्था में असहाय नहीं छोड़ सकता था, ഈ മുറിവേറ്റിരിക്കുന്ന അവസ്ഥയിൽ അതിനെ അസഹായനായി छोड़ सकता था, രക്ഷിക്കാൻ പറ്റില്ല। കാരണം उसने उड़ा लिया, उचित इलाज करके അവനെ എണീപ്പിച്ചിട്ട് ഉചിതമായ ചികിത്സ കൊടുത്തിട്ട് തോത്തർക്കോ ബച്ചാനെ ഉചിതമായ ചികിത്സ കൊണ്ട് തോത്തറിനെ രക്ഷിച്ചു। മനസ്സിലായോ? കായൽ തീർക്കോ ദേക്കർ മിസ്റ്റർ ഗാന്ധി, കായൽ തീർക്കോ ദേക്കർ കായൽ മുറിവേറ്റ പിന്നെ തോത്തെ കണ്ടപ്പോൾ മിസ്റ്റർ ഗാന്ധിയിലെ മിസ്റ്ററിന്റെ ഹൃദയം വർദ്ധിച്ചു। അത് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ വളരെയധികം വേദന ഉണ്ടായി। ഉസ്കോ കായൽ അവസ്ഥ ആസകനായി, ഈ മുറിവേറ്റ അവസ്ഥയിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് നല്ലതല്ലെന്ന് തോന്നി അവൻ അതിനെ എണീപ്പിച്ച് നല്ല ചികിത്സയൊക്കെ ഉചിതമായ ചികിത്സ കൊടുത്ത് അവനെ രക്ഷിക്കാൻ നോക്കി। ഇതാണ് നമ്മളിന്ന് ഇത്രയാണ് പഠിച്ചത്। ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്। അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ട ബാലൻസ് നമുക്ക്